So hello friends, well it's me Sanju and എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് ഫോണാണെന്ന് വെച്ചാൽ ഹോണറിന്റെ 9 ലൈറ്റ് എന്ന ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹോണർ എന്ന ഫോൺ കുറച്ച് നാളുകളായിട്ട് കിഡിലൻ ഫോൺസ് ആണ്, അതും കിഡിലൻ പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഒരു ഫോൺ ഇറക്കണം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്ക് കോഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ക്യാംസ് ആണ് ഒരേപോലെ തന്നെ 12 ക്യാംസ് ബ്രോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 1999. 11,000 ഒരു രൂപ കുറച്ചാൽ മതി ഏടാ. അപ്പോൾ സമയം നിങ്ങളേടാ അങ്ങ് പോയേക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹോണർ 9 ലൈറ്റ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ബോക്സിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു ഹാൻഡ്സെറ്റ് കോഡ് ക്യാമറയിലാണ് വരുന്നത്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 2.5D കർവ് ഗ്ലാസ് ഡിസൈനും ഒക്ടാ കോഡ് പവേർഡുമാണ്. 3 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ 8.0 ഒറിയാണ്. ആൻഡ് ഇതിൽ 3000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ആൻഡ് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ്. സോ അധികം സമയം കളയാണ്ട് തന്നെ നമുക്ക് നേരെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. സോ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ലുക്കുള്ള ഹോണർ 9 ലൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സഫയർ ബ്ലൂ എഡിഷൻ ആണ്. ആൻഡ് ഇതിൻ്റെ സാർ വാല്യൂ താഴത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ചൈന. ഇത് ചൈനയിലാണ് ബഡീസ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിനി നോക്കാം. ആദ്യമായിട്ട് സിം ഇജക്ടർ ടൂളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ വാറണ്ടി കാർഡ്, അത് നല്ലതാണ്. ഓൾസോ ഒരു പ്ലാസ്റ്റിക് കേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓൾസോ ഒരു USB ഡേറ്റ കേബിളും ആൻഡ് ട്രാവൽ ചാർജറും. ഈ ഒരു ട്രാവൽ ചാർജറിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടും 2 ആംപിയറുമാണ്. ദാറ്റ് മീൻസ് ഇതൊരു നോർമൽ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹോണർ 9 ലൈറ്റിൻ്റെ ബോക്സിനുള്ളിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ആക്ച്വലി ഇതിൻ്റെ ഫിനിഷും സൂപ്പർബാണ്. ആക്ച്വലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,999 ആണെങ്കിലും ഈ ഒരു ഫോണിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫിനിഷ് കാണുമ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ ഒരു നമുക്ക് പറയാമല്ലോ ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടണത്. കാരണം അത്ര ഒരു ഫിനിഷിംഗ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ബാക്കിൽ കാണുന്ന ഗ്ലാസ്സിൽ അത് നമ്മൾ പെട്ടെന്ന് തോന്നുന്നു അതിൽ നമ്മുടെ ഫിംഗേഴ്സൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടൊക്കെ വരുമെന്ന്. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഹാൻഡ്സെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റ് ആണ്. 5 ഇഞ്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. കാരണം അത്ര ഒതുങ്ങിയിരിക്കുന്ന ഒരു സെറ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ പ്ലസ് വോളിയം റോക്കേഴ്സ് കാണാൻ കഴിയുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ കിട്ടും. അത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഓക്കെ. ആൻഡ് താഴെയായിട്ട് നമുക്ക് ഒരു ഓഡിയോ ജാക്കും ദെൻ മൈക്രോഫോൺ ദെൻ മൈക്രോ USB പോർട്ട് ആൻഡ് ഒരു സ്പീക്കറും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഈ ഫോണിൽ ഡ്യുവൽ മൈക്രോഫോൺസ് ആണ് നമുക്ക് ഉള്ളത്. ഓൾസോ ബാക്കിലായിട്ട് ഡ്യുവൽ ക്യാമറാസും സെക്കൻഡറി മൈക്രോഫോണും ഒരു LED ലൈറ്റും കാണാൻ കഴിയും. ഈ ഡ്യുവൽ ക്യാമറ നമുക്ക് മുൻവശത്തും കാണാൻ കഴിയുന്നതാണ്. ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സും ഉണ്ട്. ഇത് വളരെ ഫാസ്റ്റും അതേപോലെ തന്നെ അക്യുറേറ്റുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിന് 5.65 ഇഞ്ചസിൻ്റെ ഒരു സ്ക്രീനാണ് നമുക്ക്, അതും HD+ റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ക്രീനിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ നല്ലതാണ് കേട്ടോ. 10 പോയിൻറ്റ് മൾട്ടി ടച്ച് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ഓൺ സ്ക്രീൻ നാവിഗേഷൻ ബട്ടൺസ് ആണുള്ളത്. അല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് സാംസങ്ങിൻ്റെ പോലത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഒന്നും നമുക്ക് ഈ ഫോണിൽ കാണാൻ പറ്റില്ല. ആൻഡ് ഇത് EMUI 8ലാണ് റൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒറിയോ ബേസ്ഡ് ആണ്. സെൻസറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിരവധി സെൻസേഴ്സ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൈക്ക് ആക്സിലറോമീറ്റർ, പ്രോക്സിമിറ്റി, ദെൻ ലൈറ്റ്, മാഗ്നറ്റിക്, ജൈറോ ആൻഡ് സ്റ്റെപ്പ് കൗണ്ടർ. സോ എല്ലാം ഇമ്പോർട്ടൻറ്റ് സെൻസേഴ്സും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ആൻഡ് നൗ ഇതിലുള്ള സിം ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഹൈബ്രിഡ് സ്ലോട്ടാണ്. ദാറ്റ് മീൻസ് നമുക്ക് 1 സിം ആൻഡ് ഒരു മെമ്മറി കാർഡ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 2 സിമ്മ് ദാറ്റ് ഈസ് മൈക്രോ സിമ്മ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇതിൽ വോൾട്ടി സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നിലവിൽ കറക്റ്റ് ഡയലറിൽ നിന്നുള്ള ഒരു വീഡിയോ കോൾ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് വീഡിയോ കോൾ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് ഡയലിൽ നിന്ന് ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ആൻഡ് ഇത് ഒരു 32 GB ഇൻറ്റേർണൽ സ്പേസ് ഉള്ള ഒരു മോഡൽ ഫോണാണ്. ഇതിൽ 3 GB റാം ഉണ്ട്. അതേപോലെ തന്നെ ഒരു LED നോട്ടിഫിക്കേഷനും അവൈലബിൾ ആണ്. ഓൾസോ OTG സപ്പോർട്ടബിൾ ആണ്. ആൻഡ് ഫ്രണ്ട്സ്, ഈ ഒരു ഹാൻഡ്സെറ്റ് കയ്യിൽ നല്ലപോലെ ഒതുങ്ങുന്ന ഒരു ഹാൻഡ്സെറ്റ് ആണ്. കുറച്ച് സ്ലിപ്പറി ആണ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് കംഫർട്ടബിൾ. ഓൾസോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. വലിയ ഭാരമൊന്നും ഇല്ല. ഏകദേശം ഒരു 150 ഗ്രാംസ് ഉണ്ട്.
ഓക്കെ, പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 13 മെഗാ പിക്സലും 2 മെഗാ പിക്സലും ഉള്ള ഡ്യുവൽ ക്യാംസ് ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാൻഡ്സെറ്റിലൂടെ DSLR സ്റ്റൈലിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്ത് സൂപ്പർവായിട്ട് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഈ ഫോട്ടോസ് എല്ലാം വൈഡ് അപ്പർച്ചറും അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഡ്യുവൽ ക്യാംസ് യൂസ് ചെയ്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല, എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അതും രണ്ടും, ദാറ്റ് ഈസ് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും രണ്ടും ഓസം പെർഫോമൻസ് ആണ്. പിന്നെ കുറച്ച് ഇഷ്യൂ തോന്നിയ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഫോൺ കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അത് മാത്രമേ ഇത്തിരി ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഫ്രണ്ട്സ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബേബി.